കുട്ടിയല്ലേ, ഹൈസ്കൂളിൽ പോകുന്ന പ്രായമായിട്ടുള്ളൂ. അവരുടെയൊക്കെ ധൈര്യം നോക്കണം. മാഷാ അല്ലാഹ്. വജ്ഹി ഇലൈഹി, അബൂദർറേ നിങ്ങൾ എൻ്റെ കൂടെ വരുന്നോ? ഞാൻ ഹബീബിൻ്റെ മുമ്പിലേക്കാണ് പോകുന്നത്. പക്ഷെ ഒരു കാര്യം, ഞാനും നിങ്ങളും മക്കയിലൂടെ അങ്ങനെ നടക്കുമ്പോഴേ അവിടെ ഒരു പിടി അടിപിടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കാരണം പുണ്യ നബി ഞങ്ങളുടെ ദഅവത്ത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെയാണ് വരുന്നത് എന്ന് കണ്ടാൽ അവർ പ്രശ്നമാക്കും. അല്ലാഹു ഉമ്മത്തിനെ എല്ലാ ഫിത്നയിൽ നിന്നും റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. ജാഹിലിയത്തിൻ്റെ ആ ഒരു ടോർച്ചറിൻ്റെ അതുപോലെയുള്ള ടോർച്ചറുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കാണുമ്പോൾ കരഞ്ഞു പോവാ. നമ്മളൊക്കെ ഒരു ശരീരമാണ്. ഒരാൾക്ക് വേദനിക്കുന്നത് നമ്മുടെ വേദനയാണ്, ഒരാളുടെ സന്തോഷം നമ്മുടെ സന്തോഷമാണ്. നമ്മൾ കൽ ജസദിൽ വാഹിദ്, ഒരു മെയ്യ് പോലെ എന്ന് പുണ്യനബി നമ്മളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അബൂദർറേ, ഞാൻ പോകുന്ന സമയം ജനങ്ങളാരും അറിയരുത് നിങ്ങൾ എൻ്റെ കൂടെ ഹബീബിൻ്റെ അരികത്തേക്കാണ് വരുന്നത് എന്നറിയരുത്. പുണ്യനബി രഹസ്യമാണ്. പുണ്യനബി ഞങ്ങൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് പ്രത്യക്ഷമായി പുറത്തു വരാൻ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ പോകുന്ന വഴിക്ക് നിങ്ങൾ എൻ്റെ പിന്നാലെ വരുമ്പോൾ എന്തെങ്കിലും അപകടമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള വെള്ളപ്പാത്രം ഒഴിക്കുകയോ എൻ്റെ കൈ കഴുകുകയോ എൻ്റെ ചെരുപ്പ് നന്നാക്കുകയോ ചെയ്യുന്ന പോലെ ഞാൻ അവിടെ ഇരിക്കും. അപ്പം നിങ്ങൾ എന്നെ അറിയാത്ത പോലെ മുമ്പോട്ട് നടന്നു പോയാൽ മതി. ഞാൻ പിന്നെ നിങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വൈകുന്നേരം പള്ളിയിൽ വെച്ച് കാണാം. നിങ്ങൾ എൻ്റെ കൂടെയാണെന്ന് ആർക്കും തോന്നരുത്. നിങ്ങൾ എൻ്റെ ബാക്കിൽ വന്നാൽ മതി. എന്തെങ്കിലും അപകടമുണ്ട് എന്നെനിക്ക് തോന്നിയാൽ ഞാൻ അവിടെ എന്ത് ചെയ്യും? എന്തെങ്കിലും എൻ്റെ വെള്ളം എടുത്തിട്ട് കൈ കഴുകേ, എന്തെങ്കിലും വാഷ് ചെയ്യേ, എൻ്റെ ചെരുപ്പ് നന്നാക്കേ, എന്തെങ്കിലും വെറുതെ കുത്തരുന്ന് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഒരു ഐഡിയ പ്രയോഗിക്കുകയാണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ മനസ്സിലായി. അപ്പോൾ നിങ്ങൾ എൻ്റെ പിന്നാലെ വന്നാൽ മതി. കൈ പിടിച്ചൊന്നും നമ്മൾ നടക്കൂല. അപകടം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യും. അപ്പോൾ എൻ്റെ പിന്നാലെ നിൽക്കരുത്. നിങ്ങൾ എന്നെ അറിയാത്ത പോലെ അങ്ങ് നടന്നു പോകണം. റെഡി. അങ്ങനെ അവർ നടന്നു പോവുകയാണ്. യാ അല്ലാഹ്. ഖുംതു കഅന്നി ഉസ്ലിഹു നഅലി, അങ്ങനെ ഹത്താ തദ്ഖുല മദ്ഖലി ഫഫഅൽ. അങ്ങനെ നമുക്ക് ഒരുമിച്ച് ഹബീബിൻ്റെ കൂടെ, ഹബീബിൻ്റെ അരികത്തേക്ക് പോകാൻ അവസരമുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരണം. ഫമദാ വമദൈതു മഅഹു, അങ്ങനെ ഹബീബിൻ്റെ അരികത്തേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുന്നു. യഅരിദ് അലയ്യൽ ഇസ്ലാം, അങ്ങനെ അല്ലാഹുവിൻ്റെ റസൂലിനോട് ആദ്യമായി അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് നബി തങ്ങളോട് ആദ്യമായി തഹിയ്യത്തുൽ ഇസ്ലാം പറഞ്ഞത് അബൂദറാണ് എന്ന് ചരിത്രം പറയാറുണ്ട്. അബൂദർ എന്നവർക്ക് നബി തങ്ങൾ മറുപടി കൊടുത്തു, വഅലൈക വറഹ്മത്തുള്ളാഹ്, വഅലൈക്കസ്സലാം എന്നാണ് സാധാരണ തങ്ങൾ പറയാ. വഅലൈക വറഹ്മത്തുള്ളാഹ് എന്ന് നബി തങ്ങൾ അബൂദർ എന്നവരോട് മറുപടി പറഞ്ഞു. ഗിഫാർ ഗോത്രത്തിൻ്റെ നായകൻ 1000ഓളം കിലോമീറ്റർ ദൂരം മരുഭൂമിയിൽ യാത്ര ചെയ്തു വന്നത് പുണ്യ റസൂലിനെയൊന്ന് കാണാൻ. ഇതുപോലെ ഒരു യാത്ര ചെയ്ത മഹാനുണ്ട്, ഹബീബിൻ്റെ സ്വഹാബി, പേർഷ്യക്കാരനായിരുന്ന സൽമാൻ അൽ ഫാരിസി. സൽമാൻ ദ പേർഷ്യൻ. ഫാരിസി എന്ന് പറഞ്ഞാൽ പേർഷ്യക്കാരൻ എന്നാണത്. സൽമാൻ എന്നാണ് അവിടെ പേര്. അവർ വന്നത് ഇറാനിലെ അസ്ഫഹാനിൽ നിന്ന്. ഈസ നബിയുടെ അവസാന കാലം അസ്ഫഹാനിൽ നിന്ന് ഫലസ്തീനിൽ വന്ന്, ഫലസ്തീനിൽ നിന്ന് മൗസിലിൽ പോയി, മൗസിലിൽ നിന്ന് ഇറാഖിലെ തന്നെ നാസിബീനിൽ പോയി, നാസിബിൽ നിന്ന് തുർക്കിയുടെ ഭാഗമായ അമൂരിയയിലെത്തി. അവിടെ നിന്ന് വർഷങ്ങൾ കഴിഞ്ഞ് മക്കയിലേക്ക് അടിമയായി പിടിക്കപ്പെട്ട് കൊണ്ടുവന്ന ഒരു മഹാൻ വന്നത് ഒരേ ഒരു ലക്ഷ്യത്തിന്, ഹബീബിനെ കാണണം, പുണ്യ റസൂലിനെ കാണണം. അങ്ങനെ സത്യം തേടി ഒരു തീർത്ഥയാത്ര നടത്തിയ ഒരു സ്വഹാബിയുടെ ചരിത്രം നമ്മൾ വായിക്കണം. അതാണ് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു. വാപ്പ തീ ആരാധകനായിരുന്നു. വളരെ ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ്. അത് നമ്മൾ വേറെ എവിടെയോ സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ കേട്ടിട്ടുണ്ടായിരിക്കും. അതിലേക്ക് പോവല്ല. തീ കൊളുത്തി വെക്കാൻ വാപ്പ നിയോഗിച്ച ബിസിനസ്സുകാരൻ മുതലാളിയുമായ തൻ്റെ ഒരേ ഒരു മകനോട് ആ വാപ്പ പറഞ്ഞ ഡ്യൂട്ടി, മോനെ, നമ്മുടെ ദൈവമാണ് തീ എന്നും തീയിനെ ദൈവമായി പറഞ്ഞു കൊടുത്തു. തീ ആരാധകരാണ് മാഗിയൻസ്, മജൂസികൾ. അവരാരാധിക്കുക തീയിനെ. അവർ അമ്പലത്തിൽ തീയ ഉണ്ടാവുക, ക്ഷേത്രത്തിൽ ഫുൾ ടൈം തീയായിരിക്കും. തീ ഇങ്ങനെ കെടാതെ കാത്തു സൂക്ഷിക്കണം. അന്നങ്ങനെയാ.
അതിൽ കൊണ്ടുപോയി വിറക് കൊണ്ടുപോയി ഇടലാണ് മകൻ്റെ ജോലി. എന്ത് ദൈവമാണിത്! ഞാൻ വിറക് വെച്ചില്ലെങ്കിൽ അണഞ്ഞു പോകുന്ന ഒരു തീയാണോ എന്നെ പടച്ചത് എന്ന് ചിന്തിച്ച ആ കുഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഈസ നബിയുടെ അനുയായികളെ, അന്നത്തെ ക്രിസ്ത്യാനികളെന്ന് വേണമെങ്കിൽ വിളിക്കാം, അവർ സത്യവിശ്വാസികളും ഏകദൈവ വിശ്വാസികളുമായിരുന്നവരുടെ ആരാധന കണ്ട് ഇഷ്ടമായി. ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടാണ് വീട്ടിൽ നിന്ന്. അവരുടെ ആരാധന ഇഷ്ടമായി എന്നറിഞ്ഞപ്പോൾ വാപ്പ തുറങ്കലിലടിച്ചിട്ടുണ്ട്, മകനെ വീട്ടുതടങ്കലിലാക്കിയിട്ടുണ്ട്. സുഹൃത്തുക്കൾ കാണാതെ വന്നപ്പോൾ ജനലിൻ്റെ അഴികൾ മുറിച്ചു മാറ്റി രാത്രിക്ക് രാത്രി മോനെ രക്ഷപ്പെടുത്തി. എവിടെയാണ് സത്യമതം, എവിടെയാണ് സത്യം, എവിടെയാണ് സത്യം, എവിടെയാണ് ധർമ്മം എന്ന് ചോദിച്ച് 16 വയസ്സ് പ്രായമുണ്ടായിരുന്ന ഒരു പൊന്നുമോൻ അങ്ങനെ അസ്ഫഹാനിൽ നിന്ന്, ഇറാനിലെ അസ്ഫഹാനിൽ നിന്ന് ഫലസ്തീനിലെ ജെറൂസലേമിലേക്ക്, ഈലിയായിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. 16 വയസ്സ് പ്രായം. എന്തിനെന്നറിയാം? ജോലി നോക്കി പോയതല്ല. നമ്മൾ പറയും പണ്ട് ഇവിടുന്ന് മദ്രാസൊക്കെ ട്രെയിൻ കയറി പോയി ബോംബേക്ക് പോയി, എന്തിന്? വല്ല ഹോട്ടൽ പണിയും കിട്ടുമോ? എൻ്റെ ഒരു സുഹൃത്തുണ്ട് ദുബൈയിൽ, മാഷാ അല്ലാഹ്. അവർ മീക്കാത്ത് റെസ്റ്റോറൻറ്റ് നടത്തുന്ന നമ്മുടെ സുഹൃത്താണ് മുഹമ്മദ് ക. ഇങ്ങനെ തമാശ പറയും, അദ്ദേഹം തളിപ്പറമ്പുകാരനാണ്. അപ്പം എന്നോട് പറഞ്ഞു, ഉസ്താദേ PWD പരിപാടി തുടങ്ങിയിട്ട് ഇപ്പോൾ 50 കൊല്ലമായിട്ടോ എന്ന് പറഞ്ഞു. കഴിഞ്ഞ 2 വർഷം മുമ്പാണ് പറഞ്ഞത്, 50 കൊല്ലമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല മുഹമ്മദ് ക, നിങ്ങളെന്ന് PWD ഓഫീസറായി കയറിയത്? ഉസ്താദേ പ്ലേറ്റ് വാഷിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ബോംബെക്ക് ട്രെയിൻ കയറി പോയതാ ചെറുപ്പത്തിൽ. അങ്ങനെ റെസ്റ്റോറൻറ്റിലെ പ്ലേറ്റ് വാഷിംഗ് പരിപാടി. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് മുതലാളിയാണ്. പക്ഷെ ഉപ്പരങ്ങനെ കഥ പറയും, അങ്ങനെ ഞാൻ ബോംബെയിൽ നിന്നാണ് ആദ്യമായിട്ട് കോൺക്രീറ്റ് കെട്ടിടത്തിൽ ഉറങ്ങിയത് എന്ന് പറഞ്ഞു. കോൺക്രീറ്റ് ഇട്ട വീട് കിട്ടിയത് എനിക്ക് ബോംബെയിലെത്തിയപ്പോഴാണ്. അപ്പോൾ ഞാൻ പടച്ചോനെ, ബോംബെയിലെത്തി പ്ലേറ്റും കഴുകിയിട്ട് കോൺക്രീറ്റുള്ള വീടൊക്കെ വാങ്ങിച്ചോ? അപ്പോൾ എന്താ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ ഉറങ്ങിയ കഥയെ പറയണത്? പാലല്ലേ, പാലം സിമെൻറ്റോണാണ് ഉണ്ടാക്കണത്. കോൺക്രീറ്റ് വീടിൻ്റെ താഴെ കിടന്ന് പറഞ്ഞു. ഇതൊന്നും പറയാൻ എനിക്ക് മടിയില്ല എന്ന് പറഞ്ഞു അദ്ദേഹം. നമ്മുടെ കഴിഞ്ഞ കാലമാണ്. അങ്ങനെ അദ്ദേഹം ഈ ഒരു കഥ പറഞ്ഞത് ഓർക്കുകയാണ്. പലപ്പോഴും നമ്മൾ ഓടി രക്ഷപ്പെടുന്നത് ജോലി അന്വേഷിച്ചിട്ടാണ്, അല്ലേ? ചെറുപ്പത്തിലെ പല കഥകളും അങ്ങനെയായിരിക്കും. ഏതെങ്കിലും പണി കിട്ടട്ടെ, ഉമ്മയോടും വാപ്പയോടും തെറ്റിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ വെറുതെ അങ്ങ് ഓടി രക്ഷപ്പെടുക. എവിടെയെങ്കിലും വല്ല റെസ്റ്റോറൻറ്റിലും പണി കിട്ടണേ, നമുക്ക് ആകെ പെട്ടെന്ന് പ്രതീക്ഷിക്കാവുന്ന ജോലി അതല്ലേ ഉള്ളൂ. അങ്ങനെ യാത്ര പോയി ജീവിതം തുലച്ചു കളഞ്ഞ എത്രയോ ജന്മങ്ങളുണ്ട്. എത്രയോ സമ്പാദിച്ചു കൂട്ടിയവരും ജീവിതത്തിൻ്റെ പുതിയ വെളിച്ചത്തിലേക്ക് എത്തിയവർ വേറെയും. സുബ്ഹാനല്ലാഹ്. മുഹമ്മദ് ഖാൻ്റെ കഥ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും ദീനിന് ഭയങ്കരമായ സഹായം ചെയ്യുന്ന ആളാണ്. പണ്ഡിതന്മാരെയും ആലിമീങ്ങളൊക്കെ വലിയ ഇഷ്ടം വെക്കുന്ന ആളാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ PWD, ഞാൻ അത്ഭുതപ്പെട്ടു. PWD 50 കൊല്ലമായി. പടച്ചവനെ, സൽമാൻ ഫാരിസി തങ്ങൾ ഓടുകയാണ് 16 വയസ്സിൽ. PWD നോക്കിയിട്ടല്ല ഓടിയത് ഇൽമ് കിട്ടണം, അള്ളാഹുവിനെ പറ്റി അറിയണം എന്നറിയാൻ വേണ്ടി ഓടിയൊരു യാത്ര. ഫലസ്തീനിലെത്തി. അവിടുത്തെ പുരോഹിതൻ്റെ കൂടെ കുറേ കാലം താമസിച്ചു. പക്ഷെ അദ്ദേഹം ഒരു കള്ള പുരോഹിതനായിരുന്നു എന്ന് സൽമാൻ തങ്ങൾ പറയുന്നുണ്ട്. ജനങ്ങൾ ഒരുപാട് പൈസ കൊടുക്കും. ആ പൈസ മുഴുവനും പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ ഏൽപ്പിച്ചതാ. അദ്ദേഹം അത് കൊടുക്കാതെ ചാക്കുകളിൽ തൻ്റെ റൂമിൽ സൂക്ഷിച്ചു വെക്കുകയായിരുന്നു എന്ന് കണ്ടെത്തിയത് അയാൾ മരിച്ചപ്പോഴാണ്. അങ്ങനെ സൽമാൻ തങ്ങൾ അദ്ദേഹത്തിൻ്റെ വേറെ ഒരുപാട് ദുശ്ശീലങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. അങ്ങനെ ജനങ്ങൾ അയാളെ കുരിശിൽ തറക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ സൽമാൻ തങ്ങൾ അവിടെ നിന്ന് ഓടി. ഇനി അടുത്തത് ഇവിടെ, ഇനി ആരെ കിട്ടും? ഒരു ഷെയ്ഖിനെ കിട്ടണം. അങ്ങനെ ഓടിയതാണ് മൗസിൽ, ഇറാഖിലെ മൗസിൽ. അത് കഴിഞ്ഞ് ഇറാഖിലെ തന്നെ നാസിബീൻ എന്ന സ്ഥലമുണ്ട്. അന്നത്തെ ജിന്നുകളുടെ തലസ്ഥാന നഗരമാണ് നാസിബീൻ. അവിടെ പോയ ജിന്നുകളെ കാണണമെന്നൊന്നുമില്ല. അന്നത്തെ ജിന്നുകളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മഖറുൽ ജിൻ എന്നാണ് അറിയപ്പെടുക. നാസിബീൻ അവിടെ എത്തി. അവിടെയും കുറേ വർഷങ്ങൾ താമസിച്ചു. നാസിബീനിലെ ഷെയ്ഖ് വഫാത്താകുമ്പോൾ ചോദിച്ചു, ഞാൻ എവിടെ പോകണം? ഞാൻ എവിടെ ചെന്നാണ് ദീൻ പഠിക്കേണ്ടത്? പറഞ്ഞു, അമൂരിയയിൽ ഒരു നല്ല മഹാനുണ്ട്. അമൂരിയ തുർക്കിയിലാണ്. നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ. ഇറാഖിൽ നിന്ന് മേലോട്ട് നോർത്തിലേക്ക് തുർക്കിയുടെ ഭാഗമാണ്. അങ്ങോട്ട് യാത്ര ചെയ്തു അമൂരിയയിലേക്ക്. ഒരു 8 കൊല്ലത്തോളം അമൂരിയയിലാണ്. അപ്പോഴേക്കും സൽമാൻ എന്നവർക്ക് 10-30 വയസ്സായിട്ടുണ്ട്. അയാൾ മരിക്കുമ്പോൾ ചോദിച്ചു, എൻ്റെ ഷെയ്ഖ് അവറുകളെ, ഞാൻ എങ്ങോട്ടാണ് ഇപ്പോൾ പോകേണ്ടത്? അന്ന് ഈസ നബിയുടെ ശരീഅത്താണ്, ഇഞ്ചീലാണ് അവർ പിൻപറ്റുന്നത്. ഞാൻ എവിടെ പോകണം? അദ്ദേഹം പറഞ്ഞു, മോനെ, ഇനി ഒരു പുതിയ ഷെയ്ഖിനെ നീ നോക്കിപ്പോവണ്ട. ഒരു പുതിയ പ്രവാചകൻ, അന്ത്യപ്രവാചകൻ ലോകത്ത് വരാൻ സമയമായിട്ടുണ്ട് മോനെ. ആ പ്രവാചകൻ ഇപ്പോൾ അറേബ്യയിൽ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം
ഈത്തപ്പനകളാൽ നിറഞ്ഞു കിടക്കുന്ന വോൾക്കാനോ ഇറപ്ഷൻ ഉണ്ടായ, അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായി കിടക്കുന്ന 2 മരുഭൂമികൾക്കിടയിൽ ഈത്തപ്പനയുള്ള ഒരു സ്ഥലത്ത് ആ പ്രവാചകൻ വരും. യൻസിലു നഖ്ലൻ ബൈന ഹർറതൈൻ. ഹർറ എന്ന് മദീനയിൽ പോയവർക്കറിയാം, കറുത്ത കല്ലുകളുണ്ട് മദീനയിൽ. മദീന എയർപോർട്ടിലേക്കോ മദീനയിലെ ട്രെയിൻ സ്റ്റേഷനിലേക്കോ നമ്മൾ പോകുമ്പോൾ നമ്മുടെ സൈഡുകളിൽ കറുത്ത കല്ലുകളാണ്. മക്ക മദീനയ്ക്കിടയിൽ യാത്ര ചെയ്താലും കാണും കറുത്ത കല്ലുകൾ. അത് വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെയുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. അതിനാണ് അറബിയിൽ ഹർറ എന്ന് പറയാ. മദീന 2 ഹർറകൾക്കിടയിലുള്ള ഒയേസിസാണ്, മരുപ്പച്ചയാണ്. 2 ഭാഗത്തും മരുഭൂമിയാണ്. ആ മരുഭൂമി മുഴുവനും കറുത്ത കല്ലുകളാണ്. അങ്ങനത്തെ സ്ഥലം. ഞാൻ എങ്ങനെ പോകും? ഇനി അറേബ്യയിലേക്ക് യാത്ര പോകണം. ഇനി അന്ത്യ റസൂൽ വരും. അങ്ങനെ റസൂലിനെ കാണാൻ അമൂരിയയിൽ നിന്ന് അറബ് കച്ചവടക്കാരോടുകൂടെ അതുവരെ സമ്പാദിച്ചു കൂട്ടിയ ആട്ടിൻപറ്റങ്ങളെ മുഴുവനും വിറ്റിട്ട് മഹാനവറുകൾ യാത്രയാവുകയാണ്. പക്ഷേ യാത്രക്കിടയിൽ കച്ചവടക്കാരെ പറ്റിച്ചു. സൽമാൻ തങ്ങളെ പിടിച്ചിട്ട് പറഞ്ഞു, നീ അടിമയാണ്, നിന്നെ ഞങ്ങൾ വിറ്റ് കാശാക്കുന്നു. ഞാൻ അടിമയല്ല, നീ അടിമയാണ്. അങ്ങനെ മഹാനവറുടെ കൈകാലുകൾ കെട്ടി അടിമയാക്കി മക്കയിൽ കൊണ്ടുപോയി വിൽക്കുകയാണ് ചെയ്തത്. ആലോചിച്ചു, എന്തിനാ യാത്ര എന്നറിയോ? ലുഖ്മത്തുൽ ഐഷ് അന്വേഷിച്ചുള്ള യാത്രയല്ല, ഭക്ഷണം വാങ്ങിക്കാനോ സമ്പാദിക്കാനോ പോകുന്ന യാത്രയല്ല. അന്ത്യ റസൂലിന്റെ പുണ്യ ഹബീബിന്റെ വജ്ഹൊന്ന് കാണണം, റസൂലിനെ ഒന്ന് കാണണം, അന്ത്യ റസൂലിന്റെ കൈ പിടിക്കണം, ആ റസൂലിന്റെ സ്വഹാബിയായി ജീവിച്ചു മരിക്കണം. ഇതിനുള്ള യാത്രയാണ്. അപ്പൊ അമൂരിയയിലെ ഷെയ്ഖ് പറഞ്ഞു കൊടുത്തു, 2 അടയാളമുണ്ട്. ഒന്ന്, ആ പ്രവാചകന്റെ വലത് ചുമലിൽ ഒരു ചുവന്ന ഇറച്ചി കഷ്ണമുണ്ട്. അതിനാണ് നുബുവത്തിന്റെ സീൽ എന്ന് പറയുന്നത്. പിന്നെ ഈ റസൂൽ നിങ്ങൾ സ്വതക്ക കൊടുത്താൽ സ്വീകരിക്കില്ല, ഹദിയ കൊടുത്താൽ പ്രവാചകർ സ്വീകരിക്കും. ഈ 2 അടയാളങ്ങളും കണ്ടാൽ ഇത് സത്യപ്രവാചകനാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ നബിയെ കാണാൻ വന്ന സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു, മക്കക്കാരൻ മദീനയിലെ ബനൂ ഖുറൈള ഗോത്രത്തിലെ ഒരാൾക്ക് ഈ അടിമയെ വിൽക്കുകയാണ്. ആ അടിമയെ വിറ്റു. സൽമാൻ എന്നവർ ഒരു ഈത്തപ്പനയുടെ മുകളിൽ തന്റെ മുതലാളിയായ ജൂതന് വേണ്ടി ഈത്തപ്പഴം പറിച്ചുകൊണ്ടിരിക്കുമ്പോഴാ മുതലാളിയും തന്റെ കൂട്ടുകാരനും അന്ത്യപ്രവാചകർ മദീനയിൽ വന്ന കഥ പറയുന്നത്. ആ പ്രവാചകനെ കണ്ടോ, എന്തൊരു മുഖപ്രകാശം, എന്തൊരു ഭംഗി, എന്തൊക്കെ നല്ല വാക്കുകളാ പറയുന്നത്. അവര് പാരായണം ചെയ്യുന്ന ഖുർആനിന്റെ ഒരു മധുരിമ, ഇതൊക്കെ പറഞ്ഞപ്പോ സൽമാൻ എന്നവർ, ആര്, നബിയോ പ്രവാചകനോ? നിനക്കെന്ത് കഥ സൽമാൻ, നീ നിന്റെ പണിയെടുക്കുക എന്ന് മുതലാളി പറഞ്ഞു. പക്ഷേ സൽമാൻ എന്നവർ താഴെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും ഒരൊറ്റ ചാട്ടമാണ്. എനിക്ക് ആ റസൂലിനെ, ഇപ്പൊ വരാൻ എനിക്ക് ആ റസൂലിനെ കാണണം, ഓടി ഹബീബിനെ കാണാൻ. അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികത്ത് ചെന്ന് പുണ്യ നബിയുടെ മുമ്പിൽ ഇങ്ങനെ നിന്നു പോരുന്നു. ഈ പ്രവാചകരെ തന്നെയാണോ ഞാൻ അന്വേഷിച്ച് നടന്നത്? എത്ര കൊല്ലായി വന്നിട്ടെന്നറിയോ? അമൂരിയിൽ നിന്ന് വന്നതാണ്. എത്രയൊക്കെ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്തു. 35, 38 വയസ്സോളം പ്രായമായിട്ടുണ്ട് സൽമാൻ എന്നവർക്ക്. സൽമാൻ എന്നവർ അടിമയാണ്. ആ സൽമാൻ എന്നവരെ കുറിച്ചാണ് നബി ഞങ്ങൾ പറഞ്ഞു.